ഇവിടെ പിന്നെ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, മതപരമായ ചടങ്ങുകൾക്ക് വിവാഹത്തിനല്ലാതെ വേറൊന്നിനും അവിടെ വീഡിയോ പ്രദർശിപ്പിക്കരുത്, വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പോൾ വീഡിയോ ബാനുണ്ട്. കല്യാണത്തിനാണെങ്കിലേ വീഡിയോ എടുക്കാവൂ, അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകൾക്ക് ഏതെങ്കിലും വീഡിയോ ആവശ്യമാണെങ്കിൽ അതിനെ എടുക്കാവൂ. ചോറൂണോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും കാര്യങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ അവിടെ വീഡിയോ എടുക്കാവൂ, അല്ലാതെ ഒന്നിനും വീഡിയോ എടുക്കരുതെന്നാണ്. അപ്പോൾ വീഡിയോ എടുത്തത് ഒരു തെറ്റ്. പിന്നെ അവിടെ അന്യമതസ്ഥരുടെ കയറരുതെന്ന് ഒരു നിർദ്ദേശമുണ്ട്, അതിനെ ലംഘിച്ചുകൊണ്ട് ചെയ്യുന്നത്. പിന്നെ ഭക്തർക്ക് അത് അന്യമതസ്ഥർ കയറരുതെന്ന് പറയുന്നത് ഭക്തി ഇല്ലാത്തവർ അവിടെ കയറരുതെന്ന് ഉദ്ദേശമാണ്. അതാണ് അതിൻ്റെ കാര്യം. കാരണം ഭക്തി ഇല്ലാത്തവർ കയറിയാൽ അതിന് ഇത് കാണാം. ഞാനിവിടെ നമ്മുടെ മതസൗഹാർദ്ദത്തിൻ്റെ സംഗമ സ്ഥാനം എന്ന് പറയുന്ന പാളയത്ത് ബസ്സിൽ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനിയാണെങ്കിൽ പാളയം പള്ളി കാണുമ്പോൾ വരയ്ക്കും, ഹിന്ദു ആണെങ്കിൽ അവിടെ അമ്പലത്തിൻ്റെ അവിടെ എത്തുമ്പം തൊഴും, മുസ്ലിം ആണെങ്കിൽ പാളയം മുസ്ലിം പള്ളിയുടെ അവിടെ വരുമ്പോഴും എന്തെങ്കിലും ഒരു വണങ്ങും. ബാക്കിയുള്ളിടത്ത് ഭയങ്കര ആന ഇരിക്കും പോലെ ഇരിക്കും, അല്ലേ? അതിന്റെ കാരണം എന്താണ്? അവർക്ക് നമ്മളെ ആചാരവുമായി ബന്ധപ്പെട്ട് ഇത്രയും കൃത്യമായി അല്ല, അതാണ് കാരണം. സത്യത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.